നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇല്ല, എന്റെ വിശാൽ സാറ് അങ്ങനെ ഒന്നും മാറില്ല. വിശാൽ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം. അപ്പച്ചിയുടെ ഭർത്താവല്ല എന്റെ ഭർത്താവ്. നമുക്ക് കാണാം. ഇതുപോലെ ഭർത്താവിനെ ജീവന് തുല്യ സ്നേഹിച്ചിരുന്ന പെണ്ണുങ്ങളെ അവരുടെ ഭർത്താക്കന്മാര് ചതിച്ചിട്ടുണ്ട്. അപ്പച്ചി വേണ്ടാട്ടോ. വിശാൽ സാറിനെ കുറിച്ച് വെറുതെ പോലും ഇത്തരം വർത്തമാനങ്ങൾ വേണ്ട. എനിക്കത് താങ്ങാൻ കഴിയില്ല. ഇല്ല, ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ നിന്നെ കറിവേപ്പില പോലെ ഇവിടുന്ന് വലിച്ചെറിയുന്ന ഒരു ദിവസം വിദൂരമല്ലെന്ന് നീ ഓർത്തു? എന്തൊക്കെയാ നമ്മളിവിടെ കാണുന്നേ? വൈശാലി ഋഷശൃംഗന്റെ മനസ്സിളക്കിയതുപോലെ ആ പാർവതി വിശാലിന്റെ മനസ്സ് അടപടല ഇളക്കി. അവളെ കണ്ട ഛർദിയായിരുന്ന അവനിപ്പോ അവള് മതി. അവളെ പിരിഞ്ഞ് അവൻ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ആ സ്ഥിതിയിലായി വിശാല്. അതുകൊണ്ടാ 200 കോടിയുടെ സിംഗപ്പൂർ പ്രോജക്ട് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ തിരികെ അവളുടെ അടുത്തേക്ക് വന്നത്. വിശദീകരിക്കേണ്ട പ്രതാപ, ഞാനും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ചേച്ചി, വിശാലിന് എങ്ങനെ ഈ മാറ്റം ഉണ്ടായത്? അതിനുവേണ്ടി എന്ത് കൂടോത്രം അവൾ ചെയ്തേ? അങ്ങനെ ചില വശീകരണ പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും പലയിടത്തും നടത്തി കൊടുക്കുന്നുണ്ട്. ചെയ്യേണ്ട രീതിയിൽ ചെയ്ത ആ പ്രയോഗങ്ങളേക്കും. പാർവതി ചിലപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും വിദ്യയായിരിക്കും പ്രയോഗിച്ചിട്ടുണ്ടാവുക. അത് ഏറ്റതുകൊണ്ടായിരിക്കും ചേച്ചി കൈവെള്ളി വെച്ച് സ്നേഹിച്ച വിശാല് ഇപ്പൊ അവളുടെ സാരിത്തുമ്പത്തായത്. അവൾ എന്ത് തന്ത്രമോ മന്ത്രമോ ഒടിവിദ്യയോ പ്രയോഗിക്കട്ടെ, പക്ഷേ അതിനൊന്നും അധിക നാള് ശക്തി ഉണ്ടാവില്ല. അതെത്ര വലിയ ശക്തിയാണെങ്കിലും അതിനെ നമ്മൾ കെടുത്തും പ്രതാപ. ഇപ്പൊ വിശാലിന്റെ കണ്ണിൽ ഇരുട്ടാണ്, പാർവതി തീർത്ത ഇരുട്ട്. അത് മാറ്റിയെടുക്കാം. വിശാലും പാർവതി ഇത്ര അടുത്ത സ്ഥിതിക്ക് നമുക്കതിന് പറ്റുകയും ചെയ്യും. എന്തു പറ്റി പ്രതാപ? നിന്റെ വീറും വാശിയൊക്കെ കെട്ടു തുടങ്ങിയോ? എടാ, അസാധ്യം എന്നൊരു വാക്ക് പ്രഭാവതിക്ക് മുന്നിലില്ല. അത് നിനക്കറിയാമല്ലോ. ആഗ്രഹിച്ചതെന്തും വെട്ടിപ്പിടിക്കുന്നതാണ് ശീലം. ഇവിടുത്തെ ഈ സ്വത്തുക്കളും സമ്പത്തും ഞാൻ ആഗ്രഹിച്ചു പോയി. ഇനി ഇതെല്ലാം നേടാതെ ഞാൻ അടങ്ങില്ല. അതിനിടയിൽ എന്ത് തടസ്സമുണ്ടായാലും ഞാനതൊക്കെ എന്ത് വില കൊടുത്തും തുടച്ചു മാറ്റും. അതിൽ നിനക്ക് സംശയമുണ്ടോ? അതില്ല. പിന്നെ എന്തിനാ നിനക്ക് അനാവശ്യമായൊരു ടെൻഷൻ? എടാ, അവനും അവളും സ്നേഹിച്ചോട്ടെ, പരമാവധി സ്നേഹിച്ചോട്ടെ. പക്ഷേ ഇത് അണയാൻ പോകുന്ന തീയാണ്. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അത്രയുള്ളൂ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.